അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, യുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഏറ്റുമുട്ടൽ എന്തായാലും അത് ഒരല്പം ശമനം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിന്റെ നിർണായക ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ താലിബാനുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അറബിക് നാറ്റോയെ കൂടി ഓർക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഇടക്കാണല്ലോ അറബിക് നാറ്റോ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നതും അതിനുവേണ്ടി മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നതും. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അറബിക് നാറ്റോ ഇടപെടാത്തത്, അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടോ, അത് ഫലം കാണാത്തതാണോ? അറബിക് നാറ്റോ എന്നത് കൺസെപ്റ്റ് മാത്രമാണ്, എന്നുവെച്ചാൽ അതൊരു പരികല്പന മാത്രമാണ്, യാഥാർത്ഥ്യമായിട്ടില്ല. യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹമാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടും ഗാസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്താംബൂളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുസ്ലിം പ്രമുഖ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പ്രമുഖ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ചേർന്നു. അതിൽ ഇറാനൊന്നും അവർ പെടുത്തുന്നില്ല, ഇറാനൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാനും അതേപോലെ തന്നെ മറ്റ് പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അവരുടെ ചർച്ച എന്ന് പറയുന്നത്, പൊതു ചർച്ച എന്ന് പറയുന്നത് ഗാസയുടെ പുനർനിർമ്മാണമാണ്. അത് പലസ്തീനികളെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു വാക്കാണ് അവർ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയുടെ കീഴിലായിരിക്കണം ഇതിൻ്റെ ക്രമസമാധാന ചുമതല എന്ന് പൊതുവെ കരാറുണ്ടാക്കിയ സമയത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പക്ഷേ ടർക്കി വരാൻ പാടില്ല എന്ന് ഇസ്രായേൽ ശക്തമായിട്ട് പറയാനും തുടങ്ങി. ഈ വിഷയങ്ങളൊക്കെ ഇവരുടെ ചർച്ചയിലുണ്ട്. പിന്നെ മാത്രമല്ല, എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കണം ഗാസയെ പുനർനിർമ്മിക്കേണ്ടത്. എന്നുവെച്ചാൽ അതിനു വേണ്ടിയുള്ള സമ്പത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്, മറ്റാരെയും അതിനകത്ത് പെടുത്തണ്ട എന്നുകൂടി അവർ ചർച്ച ഉണ്ടായി എന്നാണ് നമ്മൾ വാർത്തയിൽ മനസ്സിലാക്കിയത്. ഇത് നടക്കുന്നതിനിടയിൽ തന്നെ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു നാറ്റോ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അത് പരസ്യമായ ചർച്ചയല്ല, രഹസ്യമായിട്ട് അവർ നടത്തുന്നതാണ്. അങ്ങനെ ആണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് വന്നിരിക്കും. പക്ഷേ ഇതുവരെയായിട്ടും അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ ചർച്ചകളും അസോസിയേഷൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ അടിയുണ്ടാകും. അടി എന്ന് പറയാൻ, യുദ്ധം എന്ന് പറയാൻ പറ്റും. അതിന് കാരണം ഇന്ത്യയും, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു, തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. കാരണം ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി വരുന്നു, നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നു, പലതരം കരാറുകളും ഉണ്ടാകും. അപ്പം നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അത് പാകിസ്ഥാന് ഒട്ടും ഇഷ്ടമായില്ല. കാരണം എന്താണ്, അഫ്ഗാനിസ്ഥാൻ്റെ ദുരിതകാലത്ത് ആരാണ് സഹായിച്ചത്? പാകിസ്ഥാൻ. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ ദുരിതകാലത്ത് സഹായിച്ച് പാകിസ്ഥാനെ എന്തുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നു, എന്തുകൊണ്ട് അകറ്റുന്നു, എന്നിട്ട് പാകിസ്ഥാൻ്റെ ശത്രുവായിട്ടുള്ള ഇന്ത്യയോടൊപ്പം പോയി ചേരുന്നു. അതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചൊരു കാര്യം. പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ തിരിച്ചു ആക്രമിക്കുന്നു. ഇങ്ങനെയൊരു അക്രമം വരുമ്പോഴാണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ കൂടി പരസ്പരം ചോദിച്ചു, ഇതെന്തേത് അടിച്ചടിച്ച് നമ്മൾ തമ്മിലടിയാൻ, ഇത് നിർത്തണം. അങ്ങനെ അവർ ഔദ്യോഗികമല്ലാതെ ഈ കാര്യത്തിൽ ഇടപെടുകയും ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കുകയാണ്. വെടിനിർത്തൽ എന്നൊന്നും പറയാനില്ല, കാരണം അത് ഔദ്യോഗികമായിട്ടുള്ളൊരു സംഭവമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. പക്ഷേ ചർച്ച ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ അറബ് നാറ്റോൻ്റെ വളരെ ചെറിയ, വളരെ പ്രകൃതമായിട്ടുള്ള ഒരു രൂപം ഇതിനകത്ത് നമുക്ക് കാണാം. അതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നതിനാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് കുറേ കഴിയുമ്പോൾ വലിയ ഒരു സൈനിക ശക്തി രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ അവർ ചിന്തിച്ചേക്കാം. വളരെ സാവകാശത്തിൽ മാത്രം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്.
അപ്പൊ നിലവിൽ ഈ പറയുന്ന ചർച്ച പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ യുദ്ധം എന്നുള്ളത് ഖ്വാജ ആസിഫ് പറഞ്ഞിട്ടുണ്ട്. ഖ്വാജ ആസിഫ് അത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും മിലിറ്ററി ലീഡർഷിപ്പ് ആയാലും അറിയാതെ ആയിരിക്കില്ലല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിനുള്ള വക വീണ്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരായിരിക്കാം? യുദ്ധത്തിനുള്ള ഒരു സാധ്യത എപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആ കാര്യത്തിൽ ഒരിക്കലും ശാന്തരാവാൻ തയ്യാറാവുന്നില്ല. അഫ്ഗാനിസ്ഥാൻ എന്തിന് ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാക്കി എന്ന ചോദ്യമാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം പിൻവലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല അതിന്. അതുകൊണ്ട് ഏത് സമയത്തും ഇത് അവർക്കിടയിൽ എരിയുന്ന കനലായിട്ടുണ്ടാകും. ഏത് സമയത്തും വേണമെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പൊട്ടിത്തെറിയിലേക്ക് എത്താം. അതില്ലാതിരിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് പോയി എന്തുകൊണ്ട് ഇന്ത്യയുമായി സൗഹൃദമുണ്ടാക്കി, എന്തുകൊണ്ട് കരാറുണ്ടാക്കി, അതിനുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ അവരുടെ ശത്രുതാപരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും യുദ്ധം ഉണ്ടാകും. ഇപ്പൊ മാഷ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയും ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് താലിബാൻ 2021 അല്ലേ ഭരണത്തിൽ കയറുന്നത്. ആ സമയത്ത് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരണത്തിൽ ഞങ്ങൾ കയറുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ, അതായത് കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ, ആ പ്രവർത്തനങ്ങളൊന്നും തന്നെ നിർത്തരുത് എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ഒരു $300 മില്യൺ മുടക്കിയിട്ടാണ് ഒരു ഡാം പണിത് കൊടുത്തത്, സൽമ ഡാം. ഷെയ്ത്തൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് തോന്നുന്നു മറ്റൊരു ഡാം നമ്മൾ പണിയുന്നുണ്ട്. അതിന് ഏതാണ്ട് 250 മില്യൺ നമ്മൾ മുതൽ മുടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ നേട്ടത്തിന് വേണ്ടി കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയും സഹായിച്ചിട്ടുള്ളതല്ലേ? ഇന്ത്യ സഹായിച്ചിട്ടുള്ളത് ഒരുപക്ഷെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുള്ളത് അവിടെയുള്ള തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ പാർട്ടികളെ കൂടി എന്താ പറയുക, അവരെ പോറ്റാൻ വേണ്ടി കൂടി ആവില്ലേ? പാകിസ്ഥാന്റെ സഹായം പൊളിറ്റിക്കലായിട്ടുള്ള സഹായമാണെങ്കിൽ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള സഹായമാണ്. അതായത് അഫ്ഗാനിസ്ഥാനെ വളരെ മികച്ച രീതിയിൽ മാറ്റുന്നതിനും വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഏർപ്പെട്ടിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അവരുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാ പ്രശ്നങ്ങളും, അതായത് രാഷ്ട്രീയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ ഇടപെടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ സ്ഥിതിയല്ല. പാകിസ്ഥാൻ താലിബാന് ഭക്ഷണം കൊടുത്ത്, ട്രെയിനിങ് കൊടുത്ത്, വളർത്തി വലുതാക്കി ശരിയാക്കി ഈ പ്രവർത്തനങ്ങളിലേക്ക് വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് പൊളിറ്റിക്കലി അവർ കൂടുതൽ കമ്മിറ്റഡ് പാകിസ്ഥാനോടാണ് ഇന്ത്യയേക്കാൾ കൂടുതലായിട്ട്. പക്ഷെ ഇപ്പോൾ വിഷയങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തെ ലോകം ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിപ്പിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്ന അഫ്ഗാനികൾക്കുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് അവരുടെ വളരെ പ്രാകൃതവും മൗലികവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, അവരെ സ്കൂളുകളിൽ അയക്കരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മുഴുവനും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിലോ അതേപോലെ തന്നെ ലോകത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഒന്നും അവരുടെ അംഗീകൃത ലിസ്റ്റിൽ വരാനായിട്ട് പറ്റാതിരിക്കുന്നു. ഇപ്പോൾ അവർ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുകയും കുറേ കഴിയുമ്പോൾ ഇന്ത്യയെ കൊണ്ട് അവരെന്ത് പറയിപ്പിക്കും, അഫ്ഗാനിസ്ഥാനെ അംഗീകരിപ്പിച്ച രാഷ്ട്രമായിട്ട് മാറ്റും. ഇന്ത്യ അംഗീകരിച്ചു. അങ്ങനെ പലരും ആയി കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയും. അവർക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ആ സമയത്ത് പാകിസ്ഥാൻ്റെ ശത്രുത അവർ വാങ്ങേണ്ടതില്ല. അത് വാങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കേണ്ടതാണ്. അതുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു ഈ സംസാരം നേരത്തെ മാഷ് പറഞ്ഞല്ലോ, പാകിസ്ഥാനുമായിട്ട് അഫ്ഗാൻ നയതന്ത്രപരമായിട്ട് ഇടപഴകി ആ ഒരു ശത്രുത ഇല്ലാണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധം സത്യത്തിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യില്ലേ? തീർച്ചയായിട്ടും അത് ദോഷം ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ത്യയും അതിനനുസരിച്ചുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തും. ഇതാണല്ലോ ഇപ്പോൾ നടക്കുന്ന ലോകത്തെല്ലായിടും. നമ്മളെങ്ങനെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സംഘർഷം, അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗം എന്താണ് എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സജഷൻ വെക്കുന്നത്.
അത് ഇന്ത്യക്ക് ദോഷകരമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ദോഷകരമാണ്. ഇന്ത്യക്ക് ദോഷകരമാണെന്നുള്ള നിലയ്ക്കല്ല നമ്മളത് പറയുന്നത്. ഒരു രാഷ്ട്രവും മറ്റൊരു രാഷ്ട്രവും നിലനിൽക്കുന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട്. ഇപ്പോൾ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? ഇന്ത്യയുമായിട്ട് അവർ കൂടുതലെടുക്കുകയും ഇന്ത്യയിലേക്ക് അവർ വരികയും ചെയ്തപ്പോഴാണുള്ള ഈ തർക്കത്തിന് കാരണമായി തീർന്നു. പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യാം? നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം. നേരത്തെയൊക്കെ നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നതാണ്. അവർക്ക് ഉണ്ടാക്കേണ്ടി വരും മുന്നോട്ട് പോകണമെങ്കിൽ. ഇപ്പോൾ ഉള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മളുടെ വെള്ളം കൊണ്ടാണ് അവരുടെ ജീവിതം നിലനിന്ന് പോകുന്നത്. അതിജീവന സാധ്യതയാണ് നമ്മളുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നദികൾ അടച്ച് അണകെട്ടി പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചാൽ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ നിന്ന് വരുന്ന വാർത്ത അവരുടെ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണ്ടേ? പരിഹരിക്കാതെ വെറുതെ ഞങ്ങൾ പ്രമാണികരാണെന്നും പറഞ്ഞിട്ട് പാകിസ്ഥാൻകാരെ നടത്തേണ്ട കാര്യം. അവർക്കൊരു വിദേശകാര്യമന്ത്രിയുണ്ട്, അവർക്കൊരു വിദേശ നയതന്ത്രമുണ്ട്. ആ വിദേശ നയതന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ശത്രുതയിൽ നിന്ന് നിർത്തുകയല്ല ചെയ്യേണ്ടത്. ചിലപ്പോൾ അങ്ങനെ ആവും. അങ്ങനെ ആവാതൊക്കെ എങ്ങനെയാണ് ആ രാഷ്ട്രത്തിന് നിലനിൽക്കാനായിട്ട് പറ്റുക? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വഴക്കും അവസാനിപ്പിക്കേണ്ടി വരും, ഇന്ത്യയുമായിട്ടുള്ള വഴക്കം അവസാനിപ്പിക്കേണ്ടി വരും. എങ്കിലേ അവർക്കൊരു സർവൈവൽ പൊസിഷനുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രശ്നത്തിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.